ഞാൻ ആദ്യമായിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാം. അപ്പം ഞാനിത് യൂട്യൂബിൽ വീഡിയോസ് നോക്കി പഠിച്ചാൽ കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ കണ്ടുപഠിച്ച വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നല്ല പഴുത്ത നാടൻ മാമ്പഴത്തിലേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്തായാലും തൈരാണല്ലോ. അപ്പോൾ തൈര് ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അരയ്ക്കാനായിട്ട് തേങ്ങയും ജീരകവും, പിന്നെ കടുക് താളിക്കാൻ വറ്റൽ മുളകും കറിവേപ്പിലയും. അപ്പോൾ തേങ്ങ ഞാൻ ഇങ്ങനെ കൊത്തിയാട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് തേങ്ങ ചിരകാൻ മടിയായതുകൊണ്ടാണ്. അപ്പോൾ ചിരകിയാലും കൊത്തിയാലും അരച്ചു വരുമ്പോൾ ഒരേപോലെ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ തേങ്ങയും ജീരകവും തൈരും കൂടി അരച്ച മിക്സ് ഈ വേവിച്ച മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് കടുക് താളിച്ച് ഒഴിക്കണം. അപ്പം കടുകും വറ്റൽ മുളകും വേപ്പിലയുടെയും താളിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. പക്ഷെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിലെന്തോ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഞാനിതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് മുളക് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് കളറൊക്കെ വന്നു കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ വേറൊരു പരീക്ഷണമായിട്ട് വീണ്ടും കാണാം. ബൈ.